എത്തിയാലും പട്ടിയെപ്പോലെ തിരിച്ചു വരും സാധനമാണ്. ഞങ്ങൾ തിരിച്ചു വന്നെങ്കിൽ അത് രാജാവായിട്ട് ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ ഹിന്ദു, അവര് ക്രിസ്ത്യൻ. പക്ഷെ നമ്മളെ തന്നെ തമ്മിൽ തല്ലിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. എന്റെ ജീവൻ പോലും പറയപ്പെടുകയാണ് എനിക്കതെന്നല്ല, ഇറങ്ങിയിട്ടുമില്ല, ഇറങ്ങാനും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണി കിട്ടി. ഇത് മഴപ്പൊടി ആയതുകൊണ്ടാണ് ഇത് ഇത്രയല്ലേ ആയുള്ളൂ. ഇതിനെക്കാട്ടും അപ്പുറം ആവണ്ടേണ്. കുറച്ചായിട്ടല്ലോ പൊടി. വണ്ടി ഓണാവുന്നില്ല കേട്ടോ. വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോലും കത്തുന്നില്ല. അതൊക്കെ ചാവി ഓണാണ് കണ്ടോ. ഓണാക്കിയിട്ട് ഓണാവുന്നില്ല. അതെന്താ സംഭവം എന്നറിയില്ല. ഇടയ്ക്ക് ഇതുപോലൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട്ടേക്കാട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ തളപതി വിജയണ്ണൻ്റെ ജനനായകൻ മൂവിയാണ്. അപ്പോൾ ആ മൂവി കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം 3 മണിക്കൂർ നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യണം. ബൈക്കിലാട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയം 1:45 ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന. ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി. അപ്പോൾ നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ എല്ലാവരും പോയാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം വേറെ ലെവലാക്കി എടുക്കാം കേട്ടോ. ഇന്ന് ഒത്തിരി അധികം സന്തോഷമുള്ളൊരു ദിവസമാണ്, അതുപോലെ സങ്കടമുള്ളൊരു ദിവസം കൂടെയാണ്. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് പറയാം കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ ബൈക്ക് എടുത്തു. ഇത് ഒരാൾ നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ നമ്മൾ കയറല്ലേ, ലെറ്റ്സ് ഗോ. വണ്ടിയിലാണെങ്കിൽ എണ്ണയൊക്കെ കുറവാണ്. പോകുന്ന വഴിക്ക് എല്ലായിടത്തുനിന്നും അടിക്കേണ്ടി വരും. പാലം കയറി വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. ഈ പാലത്തിൻ്റെ റൂൾസ് ഉണ്ടോ. ബൈക്കിൽ ഒരാൾ മാത്രമേ പോകാൻ പാടുള്ളൂ. ശരിക്കും ഈ പാലം നമ്മുടെ ഇരുമ്പ് പാലം കേട്ടോ. ഇതിൻ്റെ അടിയിൽ തെങ്ങ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ടാങ്ങാണ്. അപ്പോൾ അത്രത്തോളം പ്രശ്നമുള്ളൊരു സ്ഥലം കൂടെ കേട്ടോ. നല്ല വെള്ളമുണ്ടല്ലോ. ഇതിലെ നമുക്ക് നേരെ പോയി NH റോഡിലോട്ട് കയറണം. ഗൈസ്, നമ്മളങ്ങനെ തിരൂര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടോ. അല്ല, ചെറിയൊരു തട്ടുകടയാണ്. ഇവിടെ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ നിർത്തി ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ കേട്ടോ 1:56 ടൈം. ചായ പിടിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. 10:45 കിടന്നുറങ്ങിയിട്ട് എണീച്ചപ്പോൾ 1 മണിയായിട്ടോ. അപ്പോൾ നമ്മുടെ ചായ വന്നു. വേണ്ട ചായ തമിഴ്നാട് ചായൻ്റെ അത്രയും വരുമോ? നല്ല ചൂട് ചായ കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ കുറ്റിപ്പുറം റോഡിന് കയറിയിട്ടുണ്ട്. അടിപൊളി റോഡ് കേട്ടോ. ഒരു രക്ഷയില്ല, വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും. പൊളി കൂടെ വണ്ടി പോകുന്നതാണോ. പൊളി ആ സെൻട്രൽ വൈബിൽ ഞങ്ങളങ്ങനെ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് ബസ് എടുത്ത് നോക്കിയേ. കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം. പൊളി ഓക്കെ. KW അല്ല പോകുന്നത്, വളാഞ്ചേരി റോഡ് പോകുന്ന റൂട്ടാട്ടത്. ഞാൻ ലോറിയിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ വണ്ടേ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ റോഡിൻ്റെ പണി നടക്കുമായിരുന്നു. ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. കുറ്റിപ്പുറം ക്യാമ്പസ്. നമുക്കിതിനെ നേരെ വിളിച്ചാൽ പോലും. നേരെ വിളിച്ചാൽ റൈഡ് പോകാൻ പറ്റിയ മൂടാട്ടോ. സത്യം പറഞ്ഞാല് റോഡിലാണെങ്കിൽ പ്രത്യേകിച്ച് വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വിശാലമായിട്ട് കിടക്കാണ്. വെളിയിൽ പോയാൽ വെറുതെയുള്ളൂ. ഈ റോഡിന്റെ സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങൾ കണ്ടോ. വേറെ ലെവലിൽ അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗൾഫിന് കൂടെ നമ്മൾ യാത്ര ചെയ്യില്ലേ, ആ ഒരു ഫീല്. ആർമി ബുള്ളറ്റാട്ടാ പോകുന്നത്. ഫുള്ള് മഞ്ഞ് നോക്കിയേ. ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ കാണുന്നത് മുഴുവനും മഞ്ഞ കേട്ടോ. യാ മോനെ, പൊളി. തണുത്തിട്ടാണെങ്കിൽ കൈ വരെ കോച്ചുന്നുണ്ട്. സൈഡിലെ പാറകളൊക്കെ കണ്ടോ. ഇതൊക്കെ മറ്റേ ഒരു സംഭവം വെച്ച് റെഡിയാക്കി വെച്ചേക്കണം. അതുണ്ടോ,
അത് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ് അത്. അത് തിരിച്ചു കാണിക്കുന്നത് അത് നീ വേറെ റൂട്ടാ നോക്കുക. നമ്മുടെ ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഈ ടോൾ പ്ലാസയിലാണ് ഇന്നലത്തെ വിഷയം ഉണ്ടായത് കേട്ടോ. ഇന്നലെ ഇവിടെ എന്തോ ടോളിന്റെ പിരിവിനെ കുറിച്ച് ഭയങ്കര വിഷയമായിരുന്നു അവിടെ. ആ ഒരു സംഭവം നടന്ന ടോളാണിത്. അവിടെ വലിയ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ? അതിനകത്ത് കൂടെ ഒരു പജീറ ഉണ്ടോ നോക്കി. ആ പൊളി. ബൈക്ക് പോകുന്നിടത്തുണ്ട് ഈ സാധനം. നമുക്ക് രക്ഷപ്പെട്ടു. നമുക്ക് സേഫ് ആയിട്ട് നമ്മൾ പുറത്തിറങ്ങി. യെസ്, ഇവിടൊക്കെ ഇഷ്ടംപോലെ വണ്ടിയായിട്ടോ. നേരത്തേക്ക് ഇതുപോലെ വണ്ടി കിടക്കത്തില്ലായിരുന്നു, കാരണം ഇവിടെ റോഡ് പണിയായിരുന്നു. റോഡ് പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി റോഡൊക്കെ. കിടക്കുന്ന നോക്കിയേ, നേരെ ഏതാ പട്ടാമ്പി പോവാ. പട്ടാമ്പി നല്ല കട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ 200. നമ്മുടെ എണ്ണ കുറച്ച് കുറവാണ്, അപ്പോൾ ഇവിടുന്ന് കുറച്ച് എണ്ണ അടിക്കാം എന്ന് വിചാരിച്ചു. അടിച്ചോ. അതുണ്ടോ റൈഡേഴ്സ്, പൊളി. നല്ലൊരു കാഴ്ച. പഴയ നൊസ്റ്റാൾജിയൊക്കെ അടിക്കുന്നല്ലേ. കിട്ടില്ല. അടിപൊളിയൊരു കാഴ്ച കേട്ടോ. ടോയ്ലറ്റ് വേണേ പോകോ, ടോയ്ലറ്റ് പോകും. അടിപൊളി സ്കാനർ. നല്ല ഉറക്കം കേട്ടോ. അടിപൊളി, നല്ലൊരു കാഴ്ച ആണ്. നമ്മുടെ കുട്ടപ്പൻ കൊണ്ടറിന് പണി കിട്ടി. ഗ്രീസ് അടിച്ചായിരുന്നോ? ഗ്രീസ് ഇന്നലെ ഇന്നിങ്ങോട്ട് വരുന്നല്ല, അപ്പൊ ചെയിന് തുരുമ്പായിരുന്നു അടിച്ച. ഏത് കഴുകാനി? ഇത് മഴപ്പൊടി ആയതുകൊണ്ടാണ്. ഇത് ഇത്രയല്ലേ ആയുള്ളൂ. ഇതിനെക്കാട്ടും അപ്പുറം ആവണ്ടേണ്. കുറച്ചായിട്ടല്ലോ പൊടി വലിയ സീനൊന്നുമില്ല. അതൊരു ഡിസൈനാന്ന് പറയാം പുതിയ. പോവില്ല, അത് പോകൂടി. പൊക്കോളും. വണ്ടി ഓണാവുന്നില്ല കേട്ടോ. വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോലും കത്തുന്നില്ല. അതൊക്കെ ചാവി ഓണാണ് കേട്ടോ. ഓണാക്കിയിട്ട് ഓണാവുന്നില്ല. അതെന്താ സംഭവം എന്നറിയില്ല. ഇടയ്ക്ക് ഇതുപോലൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഓടി വന്ന വണ്ടിയാട്ടോ, നിർത്തിയ വണ്ടിയല്ല. കുറച്ചേരി ഇരിക്കട്ടെ, ഒന്ന് തണുത്ത് കിട്ടാൻ നമുക്ക് എടുത്തു നോക്കാം. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം കേട്ടോ. ഒരാളുടെ അവസ്ഥ പറഞ്ഞിട്ട് പോലില്ലേ ഗ്രീസ് അടിച്ച കാര്യം. സംഭവം എന്ന് വെച്ചാലേ ഇവിടെ മുന്നിഞ്ഞ അടിയാണ്. എന്തായാലും നമ്മൾ ഇന്ന് വരുമല്ലേ ഇങ്ങോട്ട്. അപ്പൊ ഇന്നലെ എന്ത് ചെയ്ത് ഗ്രീസൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയിന് ചെറിയ പണി. കുഴപ്പമില്ല, അത് നമുക്ക് നൈസായിട്ട് കഴുകിയാൽ മതി. ഇപ്പോൾ പോകും നമ്മളെ വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട്. അത് മറ്റേ സെൽഫ് എടുക്കുന്നില്ല, സ്ക്രീൻ ഓണാവുന്നില്ല. അവസാനം ഞാൻ കിക്കർ കുറേ വട്ടം അടിച്ചിട്ടാണ് സ്ക്രീൻ ഓണായി വന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ അപ്പോൾ തന്നെ സെൽഫ് അടിച്ചാൽ പിന്നെ അതേപോലെ തന്നെ സ്ക്രീൻ ഓഫായി പോകും. അങ്ങനെ കിക്കറിൽ തന്നെ അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മളിവിടുന്ന് പോവാണേ. പോണ്ടേ? നമ്മള് പോയാലോ? എവിടെ? ഫ്രണ്ടിലാണെങ്കിൽ വേറെ വിഷയം, ബാക്കിലാണെങ്കിൽ വേറെ വിഷയം. കണ്ടോ കുറച്ചല്ലുള്ളൂ. കുഴപ്പമില്ല, ഇങ്ങനെ താഴെ വരെ ഉണ്ടിട്ട്. പോവാം. ആ സൈഡൊന്നുമില്ല, ഈ സൈഡ് മാത്രമേ ഉള്ളൂ. ഇക്കാക്കന് പണിയല്ലേ. ഇക്കാക്ക എനിക്ക് ഇനി പുതിയ കുപ്പായം വാങ്ങിച്ചു നശിപ്പിച്ച് വിളിക്കുന്നു. കഴിഞ്ഞ പെരുന്നാളല്ലേ എടുത്തത്? ഞാൻ ഇടാതെ വെച്ചാണ്, എന്റെ കൊണ്ട് ഇടിപ്പിച്ചാണ്. പിന്നെ ഇടണ്ട, അലമാരിയിൽ ഇങ്ങനെ പൂജിക്കാൻ വെച്ചാൽ മതി. ഗ്രീസ് ആക്കാൻ വേണ്ടി പിന്നെ ഗ്രീസ് ആകുമ്പോ ആവും. കഴുകാനുള്ളപ്പോ കഴുകണം. എന്തൊക്കെ തുണിയുടെ ഓരോ ഭാഗങ്ങളൊക്കെ തന്നെ കഴുകാൻ പോകത്തില്ലേ. എന്നാ കഴുകാതെ എടുത്ത അലമാരി വെച്ചപ്പോ പിന്നെ പോകുള്ളൂ. ഇനിയും കൂടുതൽ ഗ്രീസ് ആവാതിരിക്കാൻ വേണ്ടി ജാക്കറ്റൊക്കെ എടുത്തിട്ടു. നമുക്ക് ഗ്രീസ് ആവോ ഇല്ലെന്ന് നോക്കാം. എന്താ മണത്ത് നോക്കുന്നു. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ആരോമ തിയേറ്ററിന്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ തിരക്കെന്ന് വെച്ചാലുണ്ടല്ലോ അന്യായ തിരക്കാട്ടോ. ഒരു രക്ഷയിൽ ഇത്രയും ക്രൗഡ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊക്കെ ഉള്ളിലോട്ട് കയറാൻ പോകുന്ന വണ്ടികളാട്ടോ.
അകത്ത് ഇപ്പൊ ഒരു പടക്കം പൊട്ടിയുള്ളൂ. അത് പോവായിരുന്നുണ്ടോ അവിടുന്ന്? എങ്ങനെയായിരുന്നു? അടിപൊളി. നമുക്ക് ഇനി ഉള്ളിലോട്ട് കയറാം കേട്ടോ. ഉള്ളിലെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കണം. നോക്കാം. ഗൈസ്, നമ്മളങ്ങനെ തിയേറ്ററിന്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ സാധനം ഞാൻ കാണിച്ചു തരാം. ലോട്ടറി അടിച്ച സന്തോഷത്തിലാട്ടോ ഞങ്ങൾ തിരക്കാതിനകത്ത് എല്ലാരും ഇപ്പൊ പുറത്താണ്. തിയേറ്ററിന്റെ ഉള്ളില് സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ കിളിയായിരിക്കണോ? ഞാൻ മറ്റൊരു വലിയ ടീച്ചറിലും പോയായിരുന്നു. ഇങ്ങനെ മെലക്ക് തട്ടുള്ളായിരുന്നു. ഇതെന്താ ഇങ്ങനെ ഇതിന് വെറൈറ്റി തിയേറ്റർ, പഴയ തിയേറ്റർ പുതുക്കി പണിതേക്കുന്നുണ്ട്. ആ ഫീൽ അല്ലേ ഗൈസ്? ഇതുണ്ടോ? ഇതൊരു സൈഡ് ഇട്ടോ, ഇതൊരു സൈഡ്. നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ വെടിയും പുകയും ജില്ലി സ്ക്രീന്. മുമ്പിലൊക്കെ ആളായി കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ ആളാവാന്. അതിലാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ. ഫ്രീ ടിക്കറ്റ്. ഞാൻ പുറത്തോട്ടൊന്ന് പോയി നോക്കട്ടെ. പോവാണെങ്കിൽ അവിടുത്തെ കാഴ്ച എടുത്തിട്ട് വരാം കേട്ടോ. നല്ല സീനാ പുറത്ത്. അതിലാണ് നമ്മുടെ തിയേറ്ററിനുള്ളിലോട്ട് കയറുന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ നമ്മുടെ കൗണ്ടറാണ്. പുറത്തെ സീൻ കാണിച്ചു തരാം കേട്ടോ. തെറിയിച്ച് വിട്ടോണ്ടിരിക്കുകയാണ്. പൊളി, രക്ഷയില്ല കേട്ടോ. ആണോ? സീന് രക്ഷയില്ലാത്ത സീനാട്ടോ. പോസ്റ്ററൊക്കെ ഇവിടെ വേറെ ലെവല് മാസ് ഐറ്റാണ്. ക്യാമറമാരൊക്കെ ഉണ്ട് ചോടെ. അതുപോലെ വേറെ വൈബ്. മോനെ, ഇത് പടം അല്ലടാ, ഇത് നമ്മുടെ നാളത്തെ ജീവിതമാണ് ഈ കാണിച്ചു തന്നേക്കുന്നത്. സത്യം പറഞ്ഞാല് അതായത് ഇറങ്ങുന്നതിന് മുമ്പേ റിലീസ് ആയ സാധനമാണ്. അത് ലീക്കായ പടമാണ്. ആ ഒരു പടത്തിന്റെ തിരക്ക് എന്ന് വെച്ചാല് എന്താ അറിയാണ്ടോ? സുഖല്ലേ? ഷോ ഉണ്ടോ? കരയിപ്പിച്ചാ മതി. സത്യമായിട്ട് കരയിപ്പിച്ചു. എന്താ സംഭവം ചോദിച്ചെങ്ങനെ? ലാസ്റ്റത്തെ പണം, ലാസ്റ്റത്തെ ഫ്രാൻസ് ഇനി ഇങ്ങനെ കാണുമ്പോഴേ ശരിക്കും തങ്കോട്ടാണ് കണ്ടുകൾ ഓർമ്മയില്ലേ? അല്ലാണ്ട് കരയായിരുന്നു, മൊത്തം പോയി. അവിടെ എത്തിയാലും പട്ടിയപ്പുറം തിരിച്ചു വരും. ഇതൊരു സാധനമാണ്. പക്ഷെ ഞങ്ങള് തിരിച്ചു വന്നെങ്കിൽ അത് രാജാവായിട്ട് നേരത്തെ കണ്ടു. ഇപ്പൊ അവസാന സിനിമ കിട്ടും അല്ലേ? അവസാന സിനിമയില് ഈ അവസാന സിനിമ ഒന്നും പറയില്ല. കേൾക്കുമ്പോ തന്നെ അവസ്ഥ ഔട്ടായിട്ടിരിക്കും. സത്യം പറഞ്ഞ നാളത്തെ ഒരു വിശ്വാസം സത്യം പറയാൻ മതം ഇന്ന്
പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുസ്ലിമാണ്, നിങ്ങളെ ഹിന്ദു, അതിന്റെ ക്രിസ്ത്യൻ. പക്ഷെ നമ്മളെ തമ്മിൽ സാധിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹിംസ വെച്ചേക്കുന്നത് മൂന്ന് മനുഷ്യന്റെ മനസ്സിലോട്ടാണ്. വെച്ച് ഇവന്മാര് എന്ത് കളി വേണേലും കളിക്കാൻ പറ്റും. നാളെ മനുഷ്യന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ഇതിനു വേണ്ടി സ്വന്തം ജീവൻ പോലും മണയപ്പെടുത്തിയാണ് ഈ ഒരു ഇന്ത്യയിലല്ല ഒരിടത്തും ഇറങ്ങിയിട്ടുമില്ല, ഇറങ്ങാനും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ നല്ല നല്ല സിനിമയിൽ പോകുമ്പോ കണ്ടപ്പോ ഞങ്ങൾ നേരിട്ട് തിന്നിട്ട് കണ്ട പോലെയൊന്നുമില്ല. ഞാൻ 5-ാം ക്ലാസ് അവിടെ നിന്ന് കാര്യമാണ് എനിക്ക് പറയട്ടെ. സിനിമ പൊളി സാധനം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അണ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒമാം വീട്ട് പന്ത്രണ്ട് சொல்லியிருக்கு. கண்டிப்பா அண்ணன் தான் சொல்லியிருக்கு. கண்டிப்பா கூப்பிடும். ഐസ് നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കാജാക്കാട്ടോ. സന്തോഷം. ചെന്നൈക്ക് പോയ ഒരു കാര്യമാണ് നമ്മള് കണ്ടു. പേഴ്സണലായിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടില്ല. സന്തോഷം നമ്മളെ കാണാനും അവരെ കണ്ടുമുട്ടുന്നതിന് വളരെ സന്തോഷം. സിനിമയ്ക്കുണ്ടായാലും വളരെ സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു പാലക്കാട് സെൻട്രൽ ആദ്യമായിട്ടാണ് കാര്യമില്ല ഒരു പൊളിറ്റിക്സ് അല്ലേ എല്ലാം പണം നല്ല അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ അടുത്തൊരു ജനറേഷൻ ഇല്ലാതാവുന്നതിന്റെ ഏറ്റവും വലിയ നമ്മുടെ ചെന്നൈയിൽ നടന്നു പോയ ഫാമിലിയാണ്. അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളാണ്. തീർച്ചയായിട്ടും. എന്തായാലും ദളപതി ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് പോയില്ലേ, അതിലാണ് ഹൈലൈറ്റ് ആയത്. നാളെ കണ്ടു. അടിപൊളി. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും വളരെ സന്തോഷം. അതുപോലെ ഞങ്ങൾ എല്ലാവരും അതുപോലെ ഓരോ കാര്യങ്ങൾക്കും പോയി കാണുന്നൊക്കെ ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മൾ ഇവിടെ കൊണ്ടുവരില്ല നടത്തി പറഞ്ഞു അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗൈസ്, നമ്മൾ അണ്ണന്റെ സിനിമയൊക്കെ കണ്ട് നമ്മൾ പാലക്കാട് നിന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറേ ദൂരം വന്നു. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇപ്പം നമ്മളുള്ളത് ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ കാഴ്ച നമുക്കൊന്ന് കാണിച്ചേ. ആ കാഴ്ച നമുക്കൊന്ന് കണ്ടാലോ. അയ്യോ, പാലക്കാട് വന്നിട്ട് ഇത് കണ്ടില്ലെങ്കിൽ ചെറിയ പുല്ലുകൾ, ആ ചെറിയ പുല്ല് കുറച്ചും കൂടെ വലുതായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്ന പുല്ല്. തമിഴ്നാട്ടിൽ നിന്ന് കേട്ടില്ല. ഇവിടെ വെള്ളം നിറച്ചിട്ടേക്കും കേട്ടോ. ഈ കൊച്ചു ഡാം തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ ഇപ്പുറത്തോട്ടെത്തും. ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ചെളി പാതിയിട്ട്. അടിപൊളിയല്ലേ. വീട്ടിൽ പോണെങ്കിൽ പുറത്തുകൂടെ നടന്നോളൂ അല്ലേ. ഇവിടെ മഞ്ഞും ഈ മഞ്ഞത്തിൽ കൂടെ ഈ കാറ്റൊക്കെ അടിച്ച് കൊക്കുകളും എന്ത് രസമുണ്ടാവില്ലേ. നമ്മൾ നടക്കുക അതാണ്. അത് കുറച്ച് ചേച്ചിമാർ ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇതാണ്ടോ ഇപ്പുറത്തുനിന്ന് വെള്ളം മറ്റേ ചെളി പൊട്ടിച്ച് വിട്ടിട്ട് ഇതിലേ പോകുന്നുണ്ടോ. ചെറിയൊരു ഡാമാട്ടോ അത്. ഡാം പൊട്ടിച്ച് വെള്ളം വരുന്നത്. ഒരാള് ഇതൊക്കെ ആസ്വദിച്ച് നടന്നു വന്നതുണ്ടോ. പക്ഷെ ചെരുപ്പയിൽ ചെളി പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ആ കാണുന്നുണ്ടോ, അത് വലിയൊരു മലയാട്ടോ. അതിന്റെ മുകളിൽ നമ്മുടെ മേഘം നിൽക്കുന്നുണ്ടോ. തേനായെന്ന് തോന്നുന്നു. അതെ, തേൻ പിടിക്കുന്നുണ്ടോ. ആ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതിലേ നോക്കണം, ഞാൻ അതിനുള്ളിൽ ഉണ്ടാവും. അതേപോലെ നല്ല അടിപൊളി ചേറും ചെളിയുള്ള അങ്ങനത്തെ മണ്ണാട്ടോ. ഇവിടെ വെള്ളത്തിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ട്. ഇത് ഇരുമ്പിന്റെ ചൊവ അങ്ങനത്തെ എന്തൊരു സംഭവം കേട്ടോ. ഇത് എന്ത് രസം നോക്കി. അയ്യോ, കള പറിച്ചിട്ടാ. ഞാൻ പോയി കള പറിച്ചാലോ. ഷൂ വരല വരും. ഷൂ വെച്ച് കാലി കഴിയാ പോരെ. കൈസ് നമുക്കൊന്ന് കള പറിച്ച് നോക്കിയാലോ. ഈ കള പറിക്കുന്നു. വെള്ളം കിട്ടുന്നല്ലേ. ഇതിപ്പോ ആയത് പറിച്ച് നടാണോ. പിന്നെയും പറിച്ച് പിന്നെ നടാണ്. അങ്ങനെയാണ്.
ചെറുതായിട്ട് കാണുള്ളൂ. ഗൈസ് അവര് ഇപ്പൊ ചെയ്യുന്ന എന്താ വെച്ചാല് ഈ നമ്മുടെ ഈ നെൽപ്പാടല്ലേ, അതായത് ഈ പാടത്ത് ഇപ്പൊ വന്നേക്കുന്ന നമ്മുടെ നെല്ലുണ്ടല്ലോ, അതിന്റെ സൈഡിൽ വന്നേക്കുന്ന ചെറിയ ചെറിയ പുല്ലുകളുണ്ടല്ലോ, അതായത് വേസ്റ്റ് പുല്ല്, ഇതിന്റെ വളങ്ങൾ വെച്ചിരിക്കുന്ന പുല്ലുകളുണ്ടല്ലോ, ആ പുല്ലെല്ലാം പറിച്ചു. ഇവര് നടന്നു പോയതിന്റെ ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവിടെ ചെളിയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്, അവിടെ കാൽപാദമൊക്കെ ആട്ടാ കാണുന്നത്. ഇന്നത്തെ ദിവസം കൊണ്ട് മൊത്തം തീർക്കുവോ? ആ ഇതിപ്പോ ഇത്ര ഇന്ന് ചെയ്താണ്. എത്ര മണി ഇട്ട്? 9 മണി ഇട്ട്. മല്ലു കിക്സ് ട്രാവൽ. ആ സുജിത്ത് പൊന്നൂസ്. നല്ലൊരു കാഴ്ച അല്ലേ ഈ കെട്ടിയിട്ടേക്കുന്നില്ലേ? ഇത് ശരിക്കും പറഞ്ഞാല് ഇവിടെ കെട്ടിയിട്ടേക്കുന്ന മൊത്തം ഓരോരോ ആൾക്കാരുടെ കൃഷിഭൂമി കേട്ടോ. ഇപ്പൊ ഈ ഒരു നമ്മൾ കളം കണ്ടില്ലേ, ഈ ഒരു കളം ശരിക്കും പറഞ്ഞാൽ ആ അറ്റത്ത് ഇരിക്കുന്ന ചേച്ചിയുടെ കേട്ടോ. അതൊക്കെ ഒരു അതിഥി വന്നിട്ടുണ്ട് നമ്മുടെ പാടത്തേക്ക്, പ്രതീക്ഷിക്കാതെ. രാവിലെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ, കുറെ ഉണ്ടാവും. എന്തായാലും അത് പ്രതീക്ഷിച്ചില്ല കേട്ടോ, പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. അതെ കുറച്ച് ചവിട്ടിത്താത്തി ഇടം വരെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ ചവിട്ടി നിൽക്കാൻ പുറത്തിടും. പോട്ടോ ആയി കാറ്റ് കൊടുക്ക്. ഗൈസ് നമ്മളിപ്പോ ഉള്ളത് മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഇവിടെ നിർത്താനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള മഴ വരുന്നുണ്ട്. അപ്പൊ ജാക്കറ്റൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നമ്മള് നിൽക്കുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള മഴ വരുമെന്ന് ചോദിച്ചാല് അറിയത്തില്ല, ചെറിയ രീതിയിൽ പൊടിയുന്നുണ്ട്. പോകുന്ന വഴിക്ക് വരാനാ ചാൻസ്. നല്ല ഇരുണ്ട് കിടപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ആകാശം കണ്ടോ, നല്ല രീതിയിൽ ഇരുണ്ട് കിടപ്പുണ്ട്. നമ്മളിവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. പറഞ്ഞ പോലെ അടിപൊളി നല്ല മഴ കേട്ടോ, നല്ല മഴ. ഒരാള് പറഞ്ഞ് ഷൂ അയച്ച് നമുക്ക് വെക്കാന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് മറ്റേ കൊറോണ കാലത്ത് നമ്മൾ ഇടൂലേ അതേപോലത്തെ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഇതെന്തിനു കേട്ടാ മറ്റേ ഷൂ അല്ല. അപ്പൊ ഈ ഷൂല് വെള്ളം കയറി ചിലപ്പോഴേ ഇതിന്റെ ഉള്ളില് ഭയങ്കര മുഷിപ്പ് മണം വരും. അപ്പൊ അത് കുറച്ചൊന്ന് പ്രശ്നമാവണ്ട എന്ന് വിചാരിച്ച് എനിക്കൊരു കണ്ടാലൊരു കൊറോണ കാലത്ത് അവസാനം എടുക്കൂലേ അതേപോലെ. അപ്പൊ നമുക്ക് മഴയത്തൊക്കെ റൈഡ് വിട്ടാലോ? വേം വിടാം, മഴ കഴിഞ്ഞപ്പോഴാണ് റൈഡ് പോകുന്നത്. ഒത്തിരി മഴ ഉണ്ടെങ്കിൽ റൈഡ് പോയാൽ കണ്ണു പോലും കാണില്ല. അപ്പൊ എന്തൊക്കെ റൈഡ് പോയിരുന്നു.